മുലയൂട്ടലിനുള്ള പിന്തുണ എല്ലാവർക്കും നൽകാം എന്ന സന്ദേശം നൽകി ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ മുലയൂട്ടൽ വാരാചരണത്തിന് തുടക്കമായി. വൈവിധ്യങ്ങളായ ബോധവൽക്കരണ പരിപാടികളടക്കം ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വ്യത്യസ്തങ്ങളായ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. സ്ഥാപനതല ഔദ്യോഗിക ഉദ്ഘാടനം ആശുപത്രി അങ്കണത്തിൽ സൂപ്രണ്ട് ഡോക്ടർ KK ദീപ്തി നിർവഹിച്ചു. ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ PS ശ്യാമമോൾ അധ്യക്ഷത വഹിച്ചു. ശിശുരോഗ വിദഗ്ധ ഡോക്ടർ ശാന്തി ആരോഗ്യ സന്ദേശം നൽകി. ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ഷേർലി ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ഡോക്ടർ മനീഷ് നായർ, നിർമ്മല അഗസ്റ്റിൻ, രാജമ്മ, S ജയകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് BCF കോളേജ് ഓഫ് നഴ്സിംഗ് ചമ്മനാഗരിയിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ സ്കിറ്റും ബോധവൽക്കരണ പരിപാടികളും നടത്തി. പ്രസവമാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് സിസേറിയൻ ആണെങ്കിലും അതേപോലെ തന്നെ നമ്മൾ പിള്ളേർക്ക് ഇവിടെ ജനിക്കുന്ന എല്ലാ വാവകൾക്കും അവരുടെ ജന്മ അവകാശമായ അവരുടെ അമ്മയുടെ പാല് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇവിടെ. അതേപോലെ നമ്മൾ MBFH എന്ന് പറയുന്ന ഒരു നാഷണൽ പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു ലോകത്തെല്ലാം നന്നായിട്ട് നടക്കുന്ന ഒരു പ്രോഗ്രാം നമ്മൾ ഇവിടെ ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ 6 മാസം എക്സ്ക്ലൂസീവായിട്ട്, അതായത് അമ്മയുടെ പാല് മാത്രം കുടിച്ച് ഉള്ള കുട്ടി എന്നുള്ളൊരു കൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ പോകുന്നത്. അതിനുവേണ്ടി ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് പോയാലും നമ്മൾ അമ്മമാർക്കുള്ള സപ്പോർട്ട് പീഡിയാട്രീഷ്യൻസിലൂടെ തുടർന്ന് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിലൂടെ തന്നെയും നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ ഒരു പ്രാധാന്യം നമ്മുടെ എല്ലാ അമ്മമാരാകാൻ പോകുന്ന കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് ലാക്ടേഷൻ മാനേജ്മെൻറ്റ് കൗൺസിലേഴ്സ് എന്ന് പറഞ്ഞ് നമ്മൾ അവർ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ നഴ്സിംഗ് ഓഫീസേഴ്സ് ഉണ്ട്. അവരുടെ സേവനം ഓരോ അമ്മയിലൂടെ കുഞ്ഞുങ്ങൾക്ക് ആദ്യമേ കിട്ടുന്ന ഒരു ദ്രാവകമാണ് മുലപ്പാൽ എന്ന് പറയുന്നത്. അത് പകരം വെക്കാനാവാത്ത ഒരു ദ്രാവകവുമാണ്. കുഞ്ഞും അമ്മയും തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കാനായിട്ട് അച്ഛന്മാരെക്കാളും കൂടുതൽ അമ്മമാരെ കൂടുതൽ സ്നേഹിക്കുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ഈ മുലപ്പാൽ ചുരത്താനുള്ള കഴിവ് അമ്മമാർക്കുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ വനിതാ ശിശു ആശുപത്രി ആയതുകൊണ്ട് തന്നെ അമ്മമാർക്ക് കൂടുതൽ പ്രാധാന്യമുള്ളത് കൊണ്ടും ഈ പരിപാടി സംസ്ഥാനം ഒട്ടാകെ ലോകമൊട്ടാകെ നടത്തുന്നതിൽ നമുക്ക് വേറെ അഭിമാനത്തോടുകൂടി നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു. ഇത് മദർ ആൻഡ് ബേബി ഫ്രണ്ട്ലി ഇനിഷ്യേറ്റീവ് ഹോസ്പിറ്റലിലേക്ക് നമ്മൾ അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ അവാർഡൊക്കെ മേടിക്കാനായിട്ടുള്ള സ്റ്റേജിലാണ്. ഇവിടെ വരുന്ന ഓരോ ഗർഭിണിയും ഓരോ അമ്മയും ഞങ്ങൾ ഇവിടെ വരുമ്പോൾ തന്നെ നിറയെ ഏറ്റവും കൂടുതൽ ഈ ചുവരിലെല്ലാം എഴുതിയിരിക്കുന്നത് മുലയൂട്ടലിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയാണ്. നമുക്ക് എവിടെ നോക്കിയാലും അതിനെപ്പറ്റി അതിൻ്റെ പ്രാധാന്യം വെളിപ്പെടുത്തുന്ന പോസ്റ്ററുകളും എല്ലാം ചുറ്റും കാണുന്നത്. അപ്പോൾ അത്രയും പ്രാധാന്യമുണ്ട്. അത്രയും പ്രാധാന്യം ഞങ്ങൾ മുലയൂട്ടലിന് കൊടുക്കുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ അതിനെ പറ്റിയുള്ള വിശദമായിട്ട് മാഡം കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഗർഭിണിക്ക് അമ്മമാർക്കുണ്ടാകുന്ന ഗുണങ്ങൾ, കുഞ്ഞിൻ്റെ ഗുണങ്ങൾ, അതിൻ്റെ അഡ്വാൻറ്റേജസ് എല്ലാം മാഡം പറഞ്ഞു കഴിഞ്ഞു, ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. അത് മനസ്സിലാക്കി അതിനകത്തുള്ള പോർഷൻ പൂർണ്ണമായിട്ട് മുലപ്പാൽ മാത്രം കൊടുത്ത് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് ശരിക്കും പറഞ്ഞ അമ്മമാർക്ക് പലപ്പോഴും അറിയായിരിക്കും. പക്ഷേ ഒരു പക്ഷേ അവരുടെ കൂടെ താമസിക്കുന്ന വീട്ടുകാർ, പലപ്പോഴും അമ്മമാരുടെ സൗജന്യമാരോ അല്ലെങ്കിൽ അവരുടെ അമ്മയമ്മയോ അല്ലെങ്കിൽ അമ്മയച്ചനോ അല്ലെങ്കിൽ ഭർത്താവോ അവർക്ക് ചിലപ്പോൾ ഒരു പക്ഷേ അതിനെപ്പറ്റി നല്ലൊരു അറിവ് കാണത്തില്ലായിരിക്കും. പക്ഷേ ഇതുപോലത്തെ ഒരു പ്രോഗ്രാം നടത്തുമ്പം ശരിക്കും പറഞ്ഞാൽ അവരതറിഞ്ഞാൽ മാത്രമേ നമുക്ക് പിന്നെ ഇതുകൂടാതെ ഒരു പോപ്പുലേഷൻ കൂടെ ഉണ്ട്. അതായത് നമ്മളുടെ വീട്ടിൽ വരുന്ന കുട്ടികളെ കാണാൻ വേണ്ടി വരുന്ന പല അപ്പുറത്തെ വീട്ടിലെ ചേച്ചിമാരും ഇപ്പുറത്തെ വീട്ടിലെ ചേച്ചിമാരും ഒക്കെ കുഞ്ഞിനെ 2 മാസം 3 മാസം കഴിയുമ്പോൾ തന്നെ കുഞ്ഞിന് വെയിറ്റ് കുറയുന്നു അല്ലെങ്കിൽ വളർച്ചയില്ല എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും പേടിപ്പിക്കാറുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ അമ്മമാർ ഈ മറ്റ് ബേബി ഫുഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ അത് വേണ്ട. കൃത്യമായിട്ട് 6 മാസം, വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, 6 മാസം ശരിക്കും പറഞ്ഞാൽ വെള്ളം പോലും കൊടുക്കേണ്ടെന്നാണ് നമ്മൾ പറയുന്നത്. നടത്തുന്നത് ഹെപ്പറ്റൈറ്റിസ് ഡേ ആയിക്കോട്ടെ, അങ്ങനെ ഓരോ ഇപ്പം ഇതൊരു വാരമായിട്ട് ആചരിക്കണമെങ്കിൽ അത്ര അധികം ഇമ്പോർട്ടൻസ് അതിനുള്ളത് കൊണ്ടാണ്. 2018 ഒരു വനിതയെ നമ്മൾ ആദരിക്കുകയുണ്ടായി. അപ്പോൾ ഈ ഒരു ദിനത്തെക്കുറിച്ച് പറയുമ്പോൾ 3 വനിതകളുടെ കഥകളാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. 2018 ഒരു സ്പോർട്സ് ക്ലബ്ബ് നടത്തിയ മീറ്റില് ഒരു മോഡൽ, ആ മോഡല് റാമ്പിലൂടെ നടന്നു വന്നപ്പോൾ കൂടെ നിന്ന ജനങ്ങൾ കൈയടിച്ചു. അപ്പം ആ യുവതിക്ക് നടന്നു വന്നത് 4 മാസം പ്രായമുള്ള തൻ്റെ ആര്യ എന്ന കുഞ്ഞിന് മുലപ്പാൽ നൽകിക്കൊണ്ടാണ്. അപ്പം മുലപ്പാൽ നൽകി റാമ്പിലൂടെ നടന്നു വന്ന് അവളുടെ സ്വന്തം സ്ഥാനത്ത് ഇരുന്ന ശേഷം കുഞ്ഞിനെ ഒന്ന് തട്ടി അച്ഛൻ്റെ കയ്യിൽ കൊടുത്തു. തിരിച്ച് സ്റ്റേജിലേക്ക് കയറി വന്നപ്പോൾ മാധ്യമങ്ങൾ ചോദിച്ചു,
എന്തായിരുന്നു ഇങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്ത് വരാനുള്ള കാരണമെന്ന്. മാരി പറഞ്ഞൊരു കാര്യം ഇതാണ്, ഞാൻ ഒരിക്കലും അത് പ്രീ പ്ലാൻ ചെയ്ത് വന്നതല്ല, അത് അവളുടെ സമയമായിരുന്നു, അവളുടെ അത്താഴത്തിന് സമയമായിരുന്നു. സിസ്റ്റർ പറഞ്ഞേ എനിക്ക് എപ്പോഴും എണീച്ചിരുന്ന് പാല് കൊടുക്കാൻ പറ്റില്ല, സിസ്റ്ററാണ് അത് കഴിച്ച് കൊടുക്കാം. കുഴപ്പമില്ലായിരിക്കുമല്ലേ, നാളെ വന്ന് ബ്ലഡ് എടുക്കുമ്പോൾ എന്തെങ്കിലും സിസ്റ്റർ പറഞ്ഞാലോ, ആ സിസ്റ്ററാണ് അത് കഴിച്ചു കൊടുക്കും. നീ ഒരു കാര്യം ചെയ്യും സിസ്റ്ററെ. നന്നായിട്ട് പാല് കുടിക്കുന്നുണ്ടോ? നാളെ ഒന്നുകൂടെ രാവിലെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യും. നമ്മൾ മഞ്ഞപ്പ് കുറയുവാണെങ്കിൽ ഡിസ്ചാർജ് ചെയ്യുമോ? മഞ്ഞപ്പ് കുറഞ്ഞാൽ മാത്രമേ നമ്മൾ രാവിലെ ഡിസ്ചാർജ് ചെയ്യത്തുള്ളൂ. അപ്പോൾ നന്നായിട്ട് മുന്നിൽ പാല് കൊടുക്കും. ഇതൊന്നും കുഞ്ഞിന് കൊടുക്കാൻ പാടില്ല. കുഞ്ഞിന് മുലപ്പാൽ മാത്രം 6 മാസം വരെ കൊടുക്കാൻ പാടുള്ളൂ. ഇതൊന്നും കുഞ്ഞിന് ദഹിക്കില്ല. അറിയത്തില്ലായിരുന്നു സിസ്റ്റർ ഇത് കൊടുക്കാൻ പാടില്ല, പാല് കുടിക്കാത്തതുകൊണ്ടായിരുന്നു. ഇത് ആരെ വാങ്ങിച്ചുകൊണ്ട് വന്നതെന്ന് വെച്ചാൽ അയാൾക്ക് തന്നെ തിരിച്ചു കൊടുത്ത് വിട്ടേക്ക്. ഇതൊന്നും കുഞ്ഞിന് കൊടുക്കാൻ പാടില്ല. ശരി സിസ്റ്ററെ, നോക്കിക്കോളാം.